കുഞ്ഞാനൂന് ICU മാറ്റിയ ദിവസമാണ് കേട്ടോ. ചെറിയ ടെസ്റ്റ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് മാറ്റിയതാണ്. ഞാൻ തലേ ദിവസം കോട്ടപ്പാടത്തേക്ക് തിരിച്ച് പോന്നിട്ടുണ്ടായിട്ടോ. പിന്നെ ഈ വണ്ടിയിലാണ് ഞാൻ പോണത്. പാലക്കാട്ടേക്കാണല്ലോ ലോഡ്. അപ്പൊ നിഷാദ് പോണ വണ്ടി തന്നെയാണ്. അപ്പൊ ആ വണ്ടിയിലാണ് പോണത്. രാവിലെ അനുവിനെ മദ്രസിലും സ്കൂളിലൊക്കെ പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ടായിരുന്നു. അതൊടുത്ത് ഞങ്ങൾ ഉച്ച ടൈമിലാണ് ഇറങ്ങിയത്. നിഷാദ് ഡ്രൈവറായി പോണ വണ്ടികളുടെ ഓണറാണ് കേട്ടോ. ഓനാണെന്ന് പാലക്കാട് പോണേ. അപ്പോൾ ഓന്റെ കൂടെ ഞങ്ങൾ കയറി കൂടിയതാണ്. പിന്നെ ഹോസ്പിറ്റലിലാക്കി നിഷാദിന് ഈ വണ്ടിയിൽ തന്നെ തിരിച്ച് പോരുമാണ് കേട്ടോ. അവർക്ക് പാലക്കാട് ഒരു കമ്പനിയിലാണ് കേട്ടോ ലോഡ് ഇറക്കാനുള്ള. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറക്കി ഓനങ്ങനെ പോയി. ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ചെന്ന ടൈമിൽ ഓനെ സ്കാനിങ്ങിന് ICUന്ന് ഇറക്കുകയുണ്ട്. അപ്പോൾ എന്തായാലും ശരിക്കും ഓനെ കാണാൻ പറ്റി. 2 ദിവസമായിരുന്നു ICUലൊക്കെ ആയിട്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകാണ്ടോ. ഞാൻ അതേപോലെ ഒരു 10-20 കുപ്പിയെങ്കിലും ഓന്റെ ശരീരത്തിൽ നിന്ന് ഈ സമയം കൊണ്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടോ. എനിക്ക് എന്താണ് അസുഖം എന്നുള്ളത് കുറെ കമന്റ് കണ്ടു. എനിക്കൊരു പനി വന്നതുണ്ടോ, അല്ലാതെ വേറെ ഒരു അസുഖമല്ല. അത് നോർമൽ പനിയുണ്ടോ, മഞ്ഞപ്പിത്തുണ്ടെങ്കിൽ അങ്ങനെ ഒന്നുമല്ല. പക്ഷെ പനി വന്നപ്പോൾ ഹാർട്ട് ബീറ്റും BP ലോ ആയി. പനി മാറുമ്പോൾ അത് കുറയും ചെയ്യുന്നതാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഒരു ശരീരത്തിൽ എന്തൊക്കെ രോഗങ്ങൾ വരാവോ അതൊക്കെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു. പക്ഷെ അതൊന്നും ഇല്ല കേട്ടോ. എനിക്ക് മുത്തൂറ്റിയും ഫൈസലും രാവിലെ മുതലേ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഒരു 5 മണിയാകുമ്പോൾ തിരിച്ചു പോയി. നിഷാവും തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നേരെ ഫുഡ് വാങ്ങാൻ പോയി. രാത്രിക്കത്തെ ഫുഡാണ്ടോ അധികം ഞാൻ വാങ്ങാൻ. രാവിലത്തെയും ഉച്ച സമയത്തെ ഫുഡ് അങ്ങനെ വാങ്ങലില്ല. ഫുഡൊക്കെ അവിടെ അമ്മാൻ്റെ അടുത്ത് കൊണ്ടേ കൊടുത്ത് ഞാനും മോനും കൂടിയും ചായ കുടിക്കാൻ ഇറങ്ങി. പിന്നെ അത് അമ്മാക്കും ഉപ്പാക്കും കുഞ്ഞാനൊക്കെ ഉള്ള ചായ കടിയൊക്കെ വാങ്ങി കൊണ്ടേ കൊടുത്തു. അന്നത്തെ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ നിന്നിരിക്കുന്നു. അപ്പോൾ പിറ്റേ ദിവസത്തെ ഫുഡ് ഞാൻ വാങ്ങിക്കൊടുത്തു. ഇഡ്ഡലി സാമ്പാർ അങ്ങനെയൊക്കെ ആയിക്കോട്ടോ. നമ്മൾ പുറത്തുനിന്ന് കഴിക്കണേലേറെ നല്ലത് അതാണ് കേട്ടോ. പിന്നെ ഞാനും മോനും കൂടി ഓരോ അവിൽ മിൽക്ക് പോയി കുടിച്ചു. പിന്നെ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ബിരിയാണി ഉണ്ടാ കഴിച്ച്. ഫുഡ് കഴിക്കണേ കാണുമ്പോൾ തോന്നും അവിടെ ഒരാൾ വയ്യാതെ നടക്കുമ്പോൾ എന്താ ഇങ്ങനെയെന്നുള്ളത്. ഇതേ ഐറ്റംസ് ഒക്കെ തന്നെയാണ് ഓനും കഴിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നത് കേട്ടോ. രാത്രി വീണ്ടും ബിരിയാണി തന്നെയാണ്. എൻ്റെ വലിയ മുത്തമ്മൻ്റെ മകനും ഫാമിലി ഓനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പോണ വഴി ഓല കൂടെ പോയി. ഓല ബിരിയാണിയൊക്കെ വാങ്ങി തന്നു. അങ്ങനെ നേരെ ഞാൻ വീണ്ടും പെരേക്ക് തന്നെ പോയിരുന്നു കേട്ടോ. പിറ്റേ ദിവസം വീണ്ടും ബിരിയാണി ഉണ്ടോ എനിക്ക് കാണിക്കാനുള്ളത്. എങ്ങനെ വന്നു എന്നുള്ള എനിക്കറിയില്ല. എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഫുള്ള് അടുത്തടുത്താണ്. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് നിഷാദ് വീണ്ടും എന്നെ ഹോസ്പിറ്റലിലാക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാതെ ഇറങ്ങിയോണ്ട് ഹോസ്പിറ്റലിൽ കയറുന്നതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ടാണ് കയറിയത്. ബിരിയാണി വാങ്ങണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെ പോയാലും ചോറ കഴിക്കല്. പക്ഷെ എനിക്കും പനി ആയതുകൊണ്ട് നല്ല പനിയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി പോലുള്ള എരിവുള്ള എന്തെങ്കിലും ഐറ്റംസ് കഴിക്കാനാണ് തോന്നുന്നത്. പിന്നെ രാത്രി ഫുഡ് കഴിക്കാണ്. ചോറും ചിക്കൻ കറിയും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പെരേന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓനിക്ക് ഇവിടുന്ന് വാങ്ങി ചപ്പാത്തിയാണ് കേട്ടോ കൊടുത്തത്. നിഷാദ് എന്നെ ഇവിടെ ആക്കി പോയി. മോനും എത്തിയിട്ടും ഉണ്ടായിരുന്നില്ല. ഞാനും ഉപ്പിയും മാത്രമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ആ ഒരു ടൈമിലാണ് ഓനെ വാർഡ്ക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഓനെ അവിടെ വാർഡിൽ കൊണ്ടാക്കി ഇപ്പാനെ അവിടെ ഓൻ്റെ അടുത്ത് ഇരുത്തിയിട്ട് ഞാൻ നമ്മൾ ICUവിൻ്റെ മുന്നിലുള്ള നമ്മളെ സാധനങ്ങളെല്ലാതും പെറുക്കി കൂട്ടി ഞാൻ വാർഡിൽ കൊണ്ടുവച്ചു. കാരണം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പാനെ ഞാൻ ഓൻ്റെ അടുത്ത് ഇരുത്തി എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാലോ വെച്ചിട്ട്. പിന്നെ ടാബ്ലറ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തു കേട്ടോ. കുഞ്ഞാനുവിൻ്റെ ഫുഡ് കഴിക്കലും ടാബ്ലറ്റ് എടുക്കലും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയതിനു ശേഷം ഇപ്പം തിരിച്ചു പോവുകയാണ്. കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഇപ്പം തിരിച്ചു പോവാണ്. കാരണം മോന് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കണു എന്ന് പറഞ്ഞ് വിളി വന്നു. രാത്രിയിൽ ഞാനും മോനും നിൽക്കും. പിന്നെ പിറ്റേ ദിവസം ഓല് മാറി നിൽക്കും. അങ്ങനെയൊക്കെ മാറിയിട്ടാണോ നിൽക്കല്. ഓനക്ക് ഇപ്പം നിൽക്കണതാണ് കേട്ടോ ഇഷ്ടം. അസുഖമെന്നും പറഞ്ഞാൽ നല്ല ഫുഡ് അടിയാണ്. കാരണം ഇപ്പം എന്ത് വേണമെങ്കിലും വാങ്ങിക്കൊടുക്കും. അപ്പോൾ എന്തായാലും അടുത്ത കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം.